എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഒരു പുതിയ വിഷയത്തിലേക്കാണ് കടക്കുന്നത്. ഹീബ്രു പെൻഡുലം എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ന് ഹീബ്രു പെൻഡുലത്തിനെ കുറിച്ചിട്ടായിട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ടായിരിക്കും. പലപ്പോഴും പലരും പെൻഡുലം ഡൗസിങ്, പെൻഡുലം ഹീലിംഗ് എന്നെല്ലാം കേട്ടിരിക്കും. പക്ഷേ ഈ ഹീബ്രു പെൻഡുലം എന്ന് പറഞ്ഞാൽ ഡൗസിങ്ങിനും ഹീലിങ്ങിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പെൻഡുലം ഉപയോഗിക്കുന്നതിനേക്കാൾ മുൻപ് ഒരു മന്ത്രമുണ്ട്. ഹീബ്രുവിലുള്ളൊരു മന്ത്രമാണ്, അത് ചെല്ലണം. തി ഹൂർ ഹ ക്ലീ. അത് പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് പെൻഡുലം എടുക്കുവാനായിട്ട് കഴിയുള്ളൂ. ഇതാണ് ഹീബ്രു പെൻഡുലം. ഹീബ്രു പെൻഡുലത്തിന് ഒരു സൈഡിൽ 2 കട്ടിങ്സ് ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, 2 കട്ടിങ് ഉണ്ടായിരിക്കും ഒരു സൈഡിൽ. മറുവശത്താണെങ്കിൽ പ്ലെയിൻ ആയിരിക്കും. ഇങ്ങനെയാണ് ഹീബ്രു പെൻഡുലം വരുന്നത്. അപ്പോൾ നമുക്ക് ഹീലിംഗ് ആണ് ആവശ്യം വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ കട്ടിങ് ഉള്ള ഭാഗം എന്ത് ചെയ്യണം? താഴത്തേക്ക് പിടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗം നമുക്ക് ഡൗസിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കായിട്ടോ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെൻഡുലം എടുക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഒരു മന്ത്രം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം പിന്നെയും കുറേ മന്ത്രങ്ങളുണ്ട്. അത് ഉപയോഗിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയേണ്ടത് അടുത്ത മന്ത്രം ബെഷേൻ ഹ ഓർ ഹ എലോഹി, അതുപോലെ തന്നെ ഹഗ്ന എലോഹിത്. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. പിന്നെ ഇതിനെ ബ്ലസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഈ കാര്യത്തിൽ. അപ്പോൾ ഹീബ്രു പെൻഡുലത്തിന് മെയിനായിട്ട് ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഹീബ്രു പെൻഡുലത്തിൻ്റെ കൂടെ തന്നെ വേറൊരു സെറ്റ് സംഗതികളും കൂടി കിട്ടുന്നുണ്ട്. അതാണ് പ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രിപ്പ് എന്നാണ് പറയുക. ഇതാണ് അതിൻ്റെ പ്ലേറ്റ് അല്ലെങ്കിൽ സ്ട്രിപ്പ്. ഇത് പല നിറത്തിൽ ഹീബ്രുവിൽ എഴുതിയിട്ടുള്ള ചില മന്ത്രങ്ങളാണ്. അപ്പോൾ ഈ സെറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഡൗസിങ്ങിനും ഹീലിങ്ങിനും എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മുടെ സംസ്കൃതത്തിൽ എന്താണ് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയുന്നത് പോലെയുള്ള കുറേ കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ജെനുവേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ എന്താണ് പ്രശ്നം, അപ്പോൾ നമുക്ക് പ്രശ്നം അറിയുവാനായിട്ട് നമുക്ക് ഈ സ്ട്രിപ്പ് നമുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഈ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ മുകളിൽ ഈ പെൻഡുലം പിടിച്ചിട്ട് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ അത് ഈ പെൻഡുലത്തിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് അത് ഹീൽ ചെയ്യുക. ഇങ്ങനെയാണ് ഈ പെൻഡുലത്തിൻ്റെ കാര്യങ്ങൾ എടുക്കുന്നത്. ഇടത് കൈമാർക്ക് ഇടത് കൈ ഉപയോഗിച്ചിട്ടും വലത് കൈമാർക്ക് വലത് കൈയും ഉപയോഗിച്ചിട്ടാണ് ഈ പെൻഡുലം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പർപ്പസ് നമുക്ക് ബ്ലാക്ക് മാജിക്ക്, ഈവിൾ ഐ, അതുപോലെ മണി ബ്ലോക്കേജ്, റിലേഷൻഷിപ്പ് ബ്ലോക്കേജ് അങ്ങനെ തുടങ്ങി നിത്യജീവിതത്തിൽ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ ഈ പെൻഡുലം കൊണ്ട് നമുക്കത് ഹീൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹീബ്രു പെൻഡുലം ഇവിടെ നിലനിന്നിരുന്നു. സാധാരണ പെൻഡുലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ പെൻഡുലം കാണപ്പെടുന്നത്.
ഇത് ബീച്ച് അല്ലെങ്കിൽ ഓക്ക് എന്ന മരങ്ങൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിവിടെ സാധാരണ അവൈലബിൾ അല്ല, വിദേശത്തു നിന്ന് മാത്രമാണ് ഇത് നമുക്ക് ലഭ്യമാവുക. ഇതിന് ഏകദേശം 7,000 രൂപയോളം വില വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് ആണ് വരുന്നത്. നമുക്ക് ഹീലിംഗ് പർപ്പസും നടക്കും. അതേപോലെ തന്നെ നമുക്ക് ഡൗസിങ്, നമുക്ക് വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാസ്തുവിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്കത് തീർക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചക്രങ്ങളെ ബാലൻസ് ചെയ്യുവാനായിട്ട്, നമ്മുടെ ഓറയിലുള്ള ബ്രേക്ക്, അതായത് ഓറയിലുള്ള കട്ടിങ്സ് അല്ലെങ്കിൽ ഓറയിലുള്ള ക്ലിയറൻസ് കുറവ് എന്നിവ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഈ പെൻഡുലം ഉപയോഗിച്ചിട്ട് തീർക്കാവുന്നതാണ്. നമുക്ക് അത് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ രോഗങ്ങളാണെങ്കിൽ പോലും ഒരുവിധം രോഗങ്ങളെല്ലാം മാറ്റുവാനായിട്ട് സാധിക്കും. അവസാനത്തെ സംഗതിയല്ല ഹീബ്രു പെൻഡുലം. മെഡിസിൻസ് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഹീബ്രു പെൻഡുലം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രോണിക് കേസുകൾ എല്ലാം മാറുവാനായിട്ട് സാധിക്കും. എന്തിനധികം പറയുന്നത്, ഈവൻ ക്യാൻസർ വരെ മാറ്റുവാനായിട്ട് സാധിക്കും. പിന്നെ ഇതിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ പഴകിയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാർമികമാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാർമികമായിട്ടുള്ള കാര്യങ്ങൾ നീക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വംശപരമ്പര, അതായത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന വംശപരമ്പരയിലുള്ള ദോഷങ്ങളും ഈ പെൻഡുലം ഉപയോഗിച്ചിട്ട് തീർക്കാനായിട്ട് സാധിക്കും. ഈയിടെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പരമ്പരയിൽ, അയാളുടെ പരമ്പരയിൽ അച്ഛൻ്റെ അമ്മയോടോ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഒരു വ്യക്തിയുടെ പരമ്പരയിൽ ഒരാൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. ആൾ ആത്മഹത്യ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല. അപ്പോൾ മോക്ഷം കിട്ടാനായിട്ടും ആ പരമ്പരയിൽ കഷ്ടത അനുഭവിക്കുന്ന മരിച്ചു പോയിട്ടുള്ള ആത്മാക്കളെ നമുക്ക് ഈ പെൻഡുലം വഴിക്ക് ഹീൽ ചെയ്ത് അവർക്ക് മോക്ഷപ്രാപ്തി കൊടുക്കുവാനായിട്ട് സാധിക്കും. മോക്ഷപ്രാപ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗസ്ഥനാക്കുക അല്ലെങ്കിൽ സ്വർഗപ്രാപ്തനാക്കുക എന്നല്ല, അയാളുടെ ആ ദുരിതങ്ങളിൽ നിന്ന് വിട്ട് അയാൾക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുവാനും നമ്മളിലേക്കുള്ള ശല്യങ്ങൾ ഒഴിവാക്കി കിട്ടുവാനുമായിട്ട് സാധിക്കും. ഹിന്ദു പ്രകാരം മോക്ഷം എന്ന് പറഞ്ഞാൽ, അൾട്ടിമേറ്റ് മോക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ കർമ്മം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും അൾട്ടിമേറ്റ് ആയിട്ട് സ്വർഗപ്രാപ്തനാകുവാൻ കഴിയുകയില്ല. അയാൾ വീണ്ടും ജനിക്കുകയും അവരുടെ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒന്നൊന്നായി തീർക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ കുട്ടികളുള്ള ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡിഫിഷ്യൻസി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക്, അതുപോലെ കുടുംബത്തിലുള്ള റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. ഭാര്യയും ഭർത്താവും മക്കളും അമ്മയും പിതാവും ഒക്കെ തമ്മിൽ വളരെയധികം സംഘർഷാവസ്ഥയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ സംഗതിയിൽ കൂടെ നമുക്ക് ഹീലിംഗ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹീലിങ്ങിലൂടെ നമുക്ക് രോഗവിമുക്തിയും നമ്മുടെ ആരോഗ്യ പ്രശ്നം തരണം ചെയ്യുവാനും അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യങ്ങൾ ലഭിക്കുവാനുമായിട്ട് നമുക്ക് ഈ സംഗതിയിലൂടെ നമുക്ക് പ്രാപ്തമാകാവുന്നതാണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ച് പറയുവാനുണ്ട്. അതൊന്നും ഇവിടെ വിസ്താരഭയത്താൽ ഇവിടെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇത് അനുഭവിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ഹീബ്രു പെൻഡുലം ഹീലറുടെ അടുത്ത് ചെന്ന് അവരിൽ നിന്നും കാര്യങ്ങൾ ഗ്രഹിക്കുകയും അവരിൽ നിന്നും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അവർ നിങ്ങൾക്ക് വേണ്ടി ഹീബ്രു പെൻഡുലത്തിനെ
വർക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ചുമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഹീബ്രു പെൻഡുലം കണ്ടതാണ്. ഇന്നത്തെ ചുമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ അസഹനീയമാണ്, വിട്ടുമാറാത്ത രീതിയിലുള്ള ചുമയാണ്. അപ്പോൾ ഈ ഹീബ്രു പെൻഡുലം ഉപയോഗിച്ചിട്ട് മരുന്നുകൾ കഴിച്ചിട്ട് പോലും കുറയാത്ത ആ ഒരു സംഗതി ഈ ഹീബ്രു പെൻഡുലം ഉപയോഗിച്ച് ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ആശ്വാസം കിട്ടി. അതിന് പറയുന്ന റഫുവ സ്ലേമ എന്നാണ് പറയുക. പരിപൂർണ ആരോഗ്യം ഉണ്ടാകട്ടെ എന്നാണ് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉപയോഗിക്കുമ്പോൾ വാക്കുകൾക്ക് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന സ്ട്രിപ്പ് പ്രകാരം അതിന് ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ വെർബലായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫ്രീക്വൻസികളിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹീബ്രു പെൻഡുലം. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചിട്ട് ഉള്ള വിശദമായുള്ള കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാം. അല്ലാതെ കണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ ഇവിടെ കുറേ ഇരുന്നിട്ട് പറയുന്നത് കൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ നേരിൽ വിളിച്ച്, അതായത് വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റെ വാട്സപ്പ് നമ്പർ 8281652944 എന്നാണ്. പിന്നെ നിങ്ങൾക്ക് ഹീലിംഗ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നതാണ്. ഇതുപോലെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സീല് ചെയ്യണം. അത് റെക്കയിലും മറ്റുള്ള എനർജി ഹീലിങ്ങിലെല്ലാം ഹീൽ ചെയ്യുന്ന പോലെ ഇവിടെയും അത് ഹീൽ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സിക്രത്ത് അനർഖിയ എന്നാണ് സീലിങ്ങിൻ്റെ പ്രൊനൗൺസിയേഷൻ. അതുപോലെ തന്നെ എല്ലാ ക്രിയകളും ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ നന്ദി പറയേണ്ടത് ആവശ്യമുണ്ട്. താങ്ക് യു എന്ന് പറയുന്നത് അത് ഇവിടെ തോദ ല ഓർ എന്നാണ് ഹീബ്രുവിൽ പറയുന്നത്. ഇങ്ങനെ ഈ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ പ്രോസസ്സ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് വാക്കുകൾ ഇതിലൂടെ പഠിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ബ്രാഖ എലോഹിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഡുലത്തിനെ അനുഗ്രഹിക്കണം. നമ്മൾ പെൻഡുലത്തിനെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഉത്തരം കിട്ടുവാനായിട്ട് നമുക്ക് അതിനെ അനുഗ്രഹിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. നമ്മുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഹീബ്രു മന്ത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്ലയൻറ്റിന് ചെയ്യേണ്ട പ്രൊട്ടക്ഷനുണ്ട്. ഒരുപാട് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരുപാട് സംഗതികളും ഇടകലർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹീബ്രു പെൻഡുലം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അത് എനിക്കൊരു പ്രചോദനമായിരിക്കും. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത കൂപ്പുകൈ. നന്ദി, നമസ്കാരം. If you like this video, subscribe it and share it. Thank you.